ഉല്ലാസിന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും മതി. അല്ല, ഉല്ലാസിന് കുറച്ചുകളായിട്ട് മെലിഞ്ഞു വരിഞ്ഞ് വരികയാണ്. ഡെഫിഷ്യൻസി ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ കുറച്ച് ചേട്ടന്മാർ അവന് വേണ്ടിയിട്ട് പൊന്നോമന അനിയന് വേണ്ടി വെജിറ്റേറിയൻസിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീനാണ് പനീർ. അത് പാലിൽ നിന്നും പനീർ വേർതിരിച്ചെടുത്ത് അവന് പനീർ ബട്ടർ മസാല സ്പെഷ്യൽ സ്നേഹത്തിൽ ചാലിച്ച പനീർ ബട്ടർ മസാല. നല്ല മഴ വരുന്നു, മിക്കവാറും പനീർ അത് പ്രകൃതി ബർത്ത്ഡേ പ്രമാണിച്ച് ആഘോഷിക്കാം. തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പാല് തിളപ്പിക്കാം. അടുപ്പ് കത്തിന് ഐശ്വര്യമായിട്ട് നല്ല കാറ്റുണ്ട്. ഇവിടെ തുറന്നായിരുന്നു ഇല്ല. തീ കുറവാണ്. നമ്മൾ എത്ര ലിറ്റർ പാല് വാങ്ങിച്ചത്? 6 ലിറ്റർ. പാലിന്റെ പാക്കറ്റ് അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല. പറയാൻ സമ്മതിക്കൂല. പാലിന്റെ പാക്കറ്റ് അങ്ങനെ പൊട്ടിക്കാൻ പാടില്ലെന്നാണ്. പറഞ്ഞോടെ എങ്ങനെ പൊട്ടിക്കണമെന്ന് ടിപ്പുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ടിപ്പ് നോക്കി പറയുന്നുണ്ട്. കാരണം എത്രയോ ഞാൻ റീല് കണ്ടു. റീലാണ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഓ എങ്ങനെ എങ്ങനെ കാണിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. കാണാൻ വയ്യ, കൈ മാറ്റ്. ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ സൈഡ് ഇളക്കി കളയുക. ആ ഭാഗം ഇളക്കി കളഞ്ഞോ. പ്ലാസ്റ്റിക് വേസ്റ്റ് ആ നുറുങ്ങ് വെട്ടത്തിൽ നിന്ന് നിങ്ങളെ പൊട്ടിച്ചൊഴുക്കി കളിച്ചോണ്ടിരിക്കുക. എല്ലാരും കൂടെ പൊട്ടിര്. അടുത്ത മഴയ്ക്ക് മുമ്പ് ഇത് തീർക്കണം. ഒരാൾ ഒഴുകി ഞാൻ പൊട്ടിക്കാം. മഴ പെയ്ത് തുടങ്ങിയൊരു പൊട്ടിക്കൊക്കെ കൊള്ളൂല കേട്ടോ. ഇത് ശവ. അങ്ങനല്ല ഞാൻ പറഞ്ഞില്ല. ഇത് കട്ട് ചെയ്തിട്ട് ഇത് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വേണം ഒഴിക്കേ. അത് ഇങ്ങനെയൊന്നും അല്ലടാ. ഇത്രയും പാല് അവൻ കണ്ടിട്ട് കുറച്ച് നാളായോ എന്താ പറയുന്നു. അപ്പൊ ഇതിന് തിളച്ചിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നാരങ്ങ ഒഴിച്ചിട്ട് അപ്പൊ അത് പിരിക്കും. വലിയ തുള്ളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് മഴ പെയ്യുന്ന ഗൈസ്. നമുക്ക് മഴ നിൽക്കാടാ പോണോ? നിനക്ക് രസമുണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. എന്റെ ഷൂസ് തന്നെ എല്ലാരും ഞങ്ങളെ വിട്ടിട്ട് പോണ്. കുടിച്ചോ, ഇവിടെ ഇരുന്ന് പാല് കുടിച്ചോ. മഴയത്ത് നല്ല ചൂട് പാല്, അതിൽ പ്രോട്ടീൻ ഉണ്ട് പാല്. അപ്പൊ ഞാനും പോണേ. ടാറ്റ. അതും കൂടെ എടുത്ത് മണ്ട വെച്ചാ ആ പെട്ടി. എനിക്ക് 4 കൈയില്ല. അങ്ങനെ പനീറിന്റെ കാര്യത്തില് കഠിനമായ മഴയെ തുടർന്ന് നമ്മൾ അകത്താക്കി. ബർത്ത്ഡേ ബോയ്ക്ക് നമ്മൾ നിരാശ കൊടുക്കില്ല. പനീർ മൊത്തം തീറ്റിച്ചു. ഓക്കെ, അപ്പം ഇവിടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാല്ലേ? ഓക്കെ, പാല് തിളച്ചിട്ട് വരാം. യെസ്, അങ്ങനെ നമ്മുടെ പാല് തിളച്ചിരിക്കുകയാണ്.
ചേഞ്ച് ഇൻ പ്ലാൻസ് ചെറിയ ശക്തമായ മഴ കാരണമല്ല, ഉല്ലാസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് മധുരം മധുരം കഴിക്കണം. അവന് പനി പെട്ടെന്നൊരു ആഗ്രഹം വന്നതാണ്. പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റിയിട്ട് ഒട്ടും അമാന്തിച്ചില്ല. അപ്പോഴും നമ്മളിന്ന് പാലടയാണ് വെക്കാൻ പോകുന്നത്. ബർത്ത്ഡേ ബോയ്ക്ക് സന്തോഷമായി. ഇപ്പൊ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ നല്ല എന്താ ഹാപ്പി സെറ്റല്ലേ? അല്ലേ? ഇവരെന്നെ തേച്ച് ഗൈസ് പനീർ തരാന്ന് പറഞ്ഞ് പറ്റിച്ച്. അങ്ങനെ പാലട മിക്സ് നമ്മൾ പാലിലിട്ട് കുറുക്കാൻ പോവുകയാണ്. എടാ സംശയം, ഇതിന് നാരങ്ങ ഉപയോഗിച്ച് എന്ത് പറ്റൂടാ? പനീറായിട്ട് കട്ട് ചെയ്ത് തിന്നാൻ പറ്റുമോ? ഞാൻ ഒരു നാരങ്ങ ലാസ്റ്റ് പിഴിഞ്ഞ് ഒഴിച്ച് കുടിച്ചു നോക്കിയാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ പാലട അതാ കിടന്ന് കുറുവി. അതെ അതെ കുറി അടിപൊളി അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തോറ്റുപോകും. അമ്പലപ്പുഴ പാലടയാണ്. പാലടയാണ്. അരിപ്പായസം അല്ലേ? അരിപ്പായസം. ആ. അപ്പൊ തോക്കൂല അതുപോലെ അവന് എന്തൊരു ഭാഗ്യോടാ, അവന് എന്തൊരു ഭാഗ്യം എനിക്ക് മനസ്സിലാവില്ല. ഡയലോഗാണ് ഓർമ്മ പറഞ്ഞത്. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് എല്ല് പട്ടിക്കൊണ്ട് ബാക്കി പായസം ഗീവ് എടുക്കണേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. സബ്സ്ക്രൈബേഴ്സ് എല്ലാരും പോത്തങ്കോട് വരിക അല്ലേ? എപ്പോ വന്നാലും തരാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റായിട്ട് നമ്മള് ബോളിയും വെച്ചൊരു പിടുത്തം പിടിക്കും. ഗൈസ്, അപ്പൊ നമ്മൾ പുതിയൊരു പ്ലാൻ ഇട്ടേക്കാണ്. ഇപ്പൊ കറന്റ് നമ്മളിപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പൊ സ്റ്റാറ്റസ് ഇടും. അപ്പൊ ഇവിടെ വരുന്നവർക്ക് നമ്മുടെ വക പായസം ഗീവ് അവേ ആണ്. അതെ, ഉല്ലാസിന്റെ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ സാധനം. പ്രത്യേക ആരെങ്കിലും പോത്തങ്കോട് വരികയാണെങ്കിൽ നമ്മളുടെ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പ്രിപ്പറേഷൻ കഴിക്കാനുള്ള മഹാഭാഗ്യം, മഹത്തായ ഒരു ദിവസമാണ്. ഇപ്പൊ 6:45 ഒരു 7:30 ആകുമ്പോ പോത്തങ്കോട് വരണമെങ്കിൽ നല്ല ഓയമ്പ സാധനം കിട്ടും. പിന്നെ 2 ഇതും കൊടുക്കല്ലേ, ബോളി രണ്ട് ബോളി എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും കൂടെ ഷെയർ ഇട്ട് 7:30 റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതെ, ആദ്യം വരുന്ന 2 പേർക്ക് മാത്രം, 2 പേർക്ക് 3 പേർക്ക് കൊടുക്കല്ലേ. ആദ്യം വരുന്ന 3 പേർക്ക് മാത്രം 3 ബോളി, 2 ബോളിയും കിട്ടുള്ളൂ. 3 വേഗം 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 വരും, വേഗം വരും. ആരും വരില്ല. നമ്മളിനി കുറച്ച് നീ തെറിച്ചു തോന്നി കുറച്ച് അണ്ടി ഇതിലിട്ട് വറക്കാം. അണ്ടി ഇട്ട് വറക്കാം ഗൈസ്. അണ്ടി പൊട്ടി തെറിക്കില്ലല്ലോ. തലയിലൊക്കെ നെയ്യ് അതിലുണ്ടോ? ഓക്കെ, നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഇടാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചാര കാരമലൈസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് എന്തോ സെറ്റപ്പാണ് ശ്രീകാന്തായിട്ട് നോക്കുന്നത്. പിന്നെ പഞ്ചസാര ഇടുകയാണ്. ഇതിന് കളർ കിട്ടാൻ വേണ്ടിട്ട്. കളർ കിട്ടാൻ പഞ്ചസാര ഇപ്പോ പാനിലിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. പിങ്കിഷ് കളറാവും അല്ലേ? മതി 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 മതിയാവും. നല്ല കരിഞ്ഞ പഞ്ചസാര ആയിട്ടുണ്ട്. കരിഞ്ഞ പ്രശ്നം അതാണ്, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ തീർന്ന് പോയി. എന്താണ് പാത്രം തേച്ചൊലിക്കുകയാണ്? റബ്ബറിന്റെ ശബ്ദം പോലെ കേൾക്കണം. ഇങ്ങനെയാണ് കാരമലൈസ്. എനിക്കറിഞ്ഞൂടാ. ഓ, പായസം കഴിക്കാൻ വരുന്നവരെന്ത് കാണുമ്പോ ഒരു ആളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പായസം കഴിക്കാൻ. നമ്മളൊരു സബ്സ്ക്രൈബർ വരുമോ? ആത്മാർത്ഥം ഞാൻ വരും. നമുക്ക് വേണ്ടി ഫീച്ചർ ചെയ്യും. ഇനി അവനെ ടേസ്റ്റ് ചെയ്ത് അഭിനയിക്കണം. നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, ശീലമുണ്ട്. കണ്ട ഗൈസ്, പയ്യൻ ഊബറൊക്കെ പഠിച്ചാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞത്. വാവ്, പാങ്ങപ്പറോ സിറ്റിയിലോടൊന്ന് വരിക ഗൈസ്. വിഘ്നേഷിന്റെ ഫേസ് ആണ്. നല്ല മ്യൂസിക് ഉണ്ട്. വിഘ്നേഷ് ഇടയ്ക്ക് നന്മ കാണിക്കാൻ പറ്റിയ ഒരു അവസരം
എന്റെ ബോളി ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ബോളി എക്സ്ട്രാ ഉണ്ടായിരുന്നു. കളറായി കാരമലൈസ്ഡ് കളറായണ്ട. കാരമലൈസ് ആയി കാരമലൈസ്. ഇനി ഇതിനെ ഇതിലോട്ട് ഒഴിക്കോ? ഇതിലോട്ട് ഒഴിക്കാം. അല്ല ഇത് മണ്ടയിൽ ഒഴിച്ചാൽ വേണ്ടല്ലോ, അവിടെ ഒരിടം മാത്രം ഇരുന്ന് കറക്കും. കരിയാണ് കരിയാണ് കരിയാണ്. പെട്ടെന്ന് തൊഴി അടുത്തതിൽ പോയി. ഓ അങ്ങനെയാണോ പ്ലാൻ? അതിനെക്കാട്ടി അത് അതിലൊഴിച്ചാ പോലെ. ആ പാല് ഇതിലോട്ട് ഒഴിച്ചാ പോലെ. അപ്പൊ നല്ല നന്നായിട്ട് എന്തെങ്കിലും ചെയ്യ് നിങ്ങൾ. അതിട്ട് ഇതിലോട്ട് ഇളക്ക്. ഒഴിടാ. എടാ അതെടാ ദാസ. അയ്യോ എടാ പൊട്ടിത്തെറിക്കുന്നു. എടാ ഇതാ പയ്യനെ തന്നെ കൊടുത്തോ, എനിക്ക് വേണ്ട. എടാ ദാസൻ പിടി. എവനെ പിടിക്കാൻ അറിഞ്ഞൂടാ. മാറിയത്. ദാസ മറച്ചിടല്ല അതല്ല. കളർ മാറി കേട്ടോ. കളർ മാറി കളർ മാറി. ഇതിപ്പോ അടപ്രഥമനാണ്. എടാ ദാസ കമത്തിക്കോ. കറക്റ്റ് ഇപ്പൊ തന്നെ പ്രഥമൻ. ഇതും കൂടി ഇളക്കി. എന്തോ കരിഞ്ഞ എല്ലാരും നല്ല മണമല്ലേ? പയ്യന്റെ ഒരു ഭാഗ്യം. എന്തെല്ലാം ഇതാണ് നമ്മൾ എടുക്കുന്നത്. എന്തെല്ലാം നന്മ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പിടാം. കുറച്ച് അണ്ടിപ്പരിപ്പിടാം. അതെന്താ അല്ല ഉണങ്ങിയാ നോക്കട്ടെ. ഇത് വായിലുള്ള ഇട്ട് കൊടുക്കാം. അപ്പൊ ഓക്കെ, നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കളർ ഉണ്ട് അതിന്റെ. ആഹാ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി അവര് വന്നിട്ട് നമുക്ക് കുടിക്കാം അല്ലേ? അവര് വന്നിട്ട് നമുക്ക് ഒത്തു കുടിക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ പയ്യൻ എത്താറ്. അങ്ങനെ നമ്മൾ വിഘ്നേഷിനെ ഇട്ടേക്കണം. കുറച്ച് നന്മയാവട്ടെ. നമ്മുടെ ആർമി വരാൻ പോണല്ലേ? ഒരിക്കലും വൈദ്യുതീകരണമാണ് കൊടുക്കുന്നതാണ്. പ്രതീക്ഷയില്ല വരുമെന്ന് പ്രതീക്ഷ. നമ്മൾ കുറച്ച് സർപ്രൈസ് വെച്ചിട്ടുണ്ട്. സർപ്രൈസ് കാത്തിരുന്ന് കാണുക. അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. നല്ലതായിരിക്കും. എനിക്ക് അങ്ങോട്ട് എത്തിയാണ് ഇത്ര പെട്ടെന്നാ പോയി ഇതാവുന്നു. അവിടെ നിന്നാണ് വിൽക്കുക. ഓ അവൻ ഇവിടെ തന്നെ എത്തിയായിരുന്നു ഗൈസ്. അവന്റെ നന്മ വേസ്റ്റ് ആയി. വേസ്റ്റ് ആണ്, അവന് സമയം കിട്ടിയില്ല. ഓക്കെ വെയിറ്റ്. കാണിച്ചു നമ്മുടെ ആർമി കാണിച്ചു. ഇത് ഒരാള് മതി, 100 പേരുടെ കൊണ്ടോ കൊണ്ടോ പിടിച്ചോളെ. അപ്പൊ തലേ കൂടെ മൂടാനല്ല. ഇനി ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇത് അടുത്താ കൂടെ. ഇത് നമ്മൾ ഉല്ലാസിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പറ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, താങ്ക് യു. ഷൂട്ട് ചെയ്തു. കണ്ടപ്പോൾ കൊതിയാവുന്നു. കൊതി കഴിച്ചു നോക്കാം അല്ലേ നമുക്ക്. യെസ്, അങ്ങനെ നമ്മള് പാൽപായസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഹോളിയിലാണ്. എടാ, മതി 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 മതി. അല്ല തീർക്കാൻ വേണ്ടിയാണോ പൈസ പെട്ടെന്ന്? ഒരു കമ്പനി നമ്മൾ നിങ്ങളോട് എടുക്ക, എല്ലാരോടും എടുക്ക്. ഇത് 2 പ്ലേറ്റ് കഴിക്കണം. എടുത്തു വെച്ചിരുന്നോ? ഞാൻ എടുത്തോളാം. മതി മതി. കുറച്ച് വിഷമിക്കാതെ. ദാസൻ ചേട്ടന്റെ ഒക്കെ ഉത്സാഹം. മതി മതി. ഓക്കെ, അപ്പൊ നമ്മള് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ബോൾ എടുത്ത് ഇങ്ങനെ പായസത്തിലൊക്കെ ഇത് കാണിച്ചു പോണം അങ്ങോട്ട്. നിന്റെ മോൻ കാണട്ടെ. അപ്പൊ പായസത്തിൽ മിക്സ് ചെയ്തിട്ട് ഫോക്കസ് ആവണല്ലോ. ആ കുഴപ്പമില്ല. മിക്സ് ചെയ്തോ, കുറെ നേരമായി. എന്നിട്ട് എടുത്ത് ശരിക്കും കൊള്ളാം. ഇങ്ങനെ വരേണ്ടതല്ലോ. കൊള്ളാം കൊള്ളാം. ആക്ടിങ്. അടുത്തതാണ് അടുത്ത ഷോർട്ട് ഫിലിമിൽ നമ്മൾ റോഹൻ എടുക്കണേ. നല്ല തന്മ. കാസ്റ്റിംഗ് ഇതാണ്, കാസ്റ്റിംഗ് ആയിരുന്നു. അല്ല, വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു നാച്ചുറലി ആക്ട് ചെയ്ത് ശ്രീകാന്ത് പറഞ്ഞപ്പോ തന്നെ ശ്രീകാന്ത് നല്ലൊരു ഡയറക്ടറുമായി. കൊള്ളാല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബോളിയും പാൽപായസത്തിന്റെയും പരിപാടി മെയിൻ നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അതൊന്നും ഇല്ല, അതിലൊക്കെ അത് കഴിഞ്ഞു. അതൊക്കെ പിന്നെ പനീർ കിട്ടി. നല്ല സാധനമായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റിനെ ഈ പെട്ടെന്ന് തന്നെ ഓടി എത്തിയ റോഹന് നമ്മളുടെ നന്ദിയുണ്ട്. ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പേരിൽ നന്ദിയുണ്ട്. പിന്നെ ഉല്ലാസിന് ഭയങ്കര സന്തോഷായി. അതെ അതെ, നല്ല സന്തോഷമായി. അപ്പൊ സന്തോഷം. വിനോചേട്ടന്റെ സ്പെഷ്യൽ ഫാൻ ആയിരുന്നു.
ആയിരുന്നു. പിന്നെ പോയി. പക്ഷെ അവിടെ ഇപ്പൊ അല്ല. ഇതായപ്പോ ഇപ്പോൾ അല്ല. നാച്ചുറൽ. അതങ്ങനെ എടുക്കുമ്പോഴേ അത് മനസ്സിലാവും. അതേ അടുക്കാതിരിക്കും. ഓക്കെ, അപ്പൊ എങ്കിൽ നമുക്ക് എൻഡ് ചെയ്തല്ല. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ടു ഓൾഡ് സ്കൂൾ ബോയ്സ്. ഓക്കെ ബൈ. അപ്പൊ അടുത്ത